ഇപ്പോൾ ഒരു ടൈമിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ടൈമിൻ്റെ കാര്യം പറഞ്ഞു. ബയോളജിക്കലി എല്ലാവരും എൻലൈറ്റഡ് ആവണൊരു ഇതെന്ന് പറഞ്ഞില്ലേ, അതപ്പോൾ വെച്ചാൽ അന്നേരവും എല്ലാവരും പല പല മാനസികാവസ്ഥയിലായിരിക്കുമല്ലോ. ഈ മെൻ്റൽ സ്റ്റേറ്റ് എല്ലാവരുടെയും പല രീതിയിലായിരിക്കുമല്ലോ. അപ്പോൾ ആ ടൈമിന് എങ്ങനെയാണ് പ്രസക്തമാവുന്നത് എന്ന് വെച്ചാൽ ആ ടൈമിൽ വെച്ചാൽ ഓരോ ആളുകളും അവരുടെ ഒരു ടൈം വെച്ചിട്ടല്ലേ വരുന്നത്. ആ ഒരു ടൈമിലേക്ക് വരുന്നത് പല മെൻ്റലി പല സ്റ്റേറ്റിലായിരിക്കുമല്ലോ. എല്ലാവരും ഒരേ സ്റ്റേറ്റിലായിരിക്കുമല്ലോ. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഇത് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരല്ലേ? ആണോ ഇല്ലയോ? അതെ. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്ന കാര്യം? ഇവർ തിരഞ്ഞെടുത്തു, ഇവിടെ കേൾക്കാൻ തിരഞ്ഞെടുത്തോണ്ടല്ലേ വരുന്നത്. ഇവിടെ വന്നിട്ട് വേറെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കും, കേൾക്കണ്ടായിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ആ കാലത്തിൽ വരുന്നവർ അവരുടെ സ്വന്തം തീരുമാനം അനുസരിച്ചാണ് വരുന്നത്. നമ്മളെല്ലാവരും തന്നെയും നമ്മുടെ കാലങ്ങളിൽ നമ്മൾ തീരുമാനിച്ചുകൊണ്ടാണ് വരുന്നത്. അല്ലാതെ ആരും തള്ളിവിടാനും കുറിച്ചുവിടാനും വിസിലടിക്കാനും ഒന്നുമില്ല. നമ്മൾ തീരുമാനിക്കുന്നു, ഈ സമയത്ത് വരണം തീരുമാനിക്കുന്നു, നമ്മൾ വരുന്നു. നമുക്കിത് അറിഞ്ഞുകൂടാന്നുള്ളതേ ഉള്ളൂ. ഒരു ബുദ്ധനത് അറിയുന്നു. ആ സമയത്ത് എല്ലാവരും എൻലൈറ്റൻഡ് ആയിട്ട് ജനിക്കും എന്ന് പറയുമ്പോഴത്തെ അതിൻ്റെ അർത്ഥം എന്താ? ആ കാലത്ത് വരാൻ വേണ്ടി സ്വയം തീരുമാനിച്ചുകൊണ്ട് വരുന്നു എന്നല്ലേ. പിന്നെ എങ്ങനെ അതിനകത്ത് ഭിന്നത വരുന്നത്? അപ്പോൾ ആ ടൈമിന് സിഗ്നിഫിക്കൻസ് ഉണ്ടോ? അങ്ങനെ എല്ലാവരും ചൂസ് ചെയ്ത് വരാൻ, സെലക്ട് ചെയ്ത് വരാമെന്നുണ്ടെങ്കിൽ ആ സമയത്തിന് എന്താ പ്രത്യേകത? ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു സമയം, ഇപ്പം നമ്മൾ ഒരു ആക്ടിവിറ്റിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് പോകുന്നത് പോലെ ആ ടൈമിലൊരു തീർച്ചയായിട്ടും അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്ന പോലുള്ള ഒരു വ്യത്യാസം കാണുമല്ലോ. അതൊരു സമയത്തിൻ്റെ ഘടനയായിട്ടോ ഒരു തുണ്ടായിട്ടോ കാണേണ്ട കാര്യമില്ല. സമയം കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീരാറാകുമ്പം എല്ലാവരും ബോധപ്രാപ്തിയിൽ എത്തിയേ പറ്റുള്ളൂ. ഒരു ക്വാണ്ടം ജമ്പ് എന്നാണ് എന്നെ വിളിക്കുന്നത്, ക്വാണ്ടം ജമ്പ്. ബിക്കോസ് ഈവൻ ദി അൺലൈറ്റൻഡ് ബിക്കം എൻലൈറ്റൻഡ് ആൻഡ് ദേ വിൽ ക്രോസ് ദ റൂബിക്കോൺ. ആ അവസാനത്തെ ആ തടസ്സവും തരണം ചെയ്തുകൊണ്ട് ബോധത്തിലേക്ക് പ്രവേശിക്കും. എല്ലാ ജീവജാലങ്ങളും ആനിമൽസ് എല്ലാം. പക്ഷെ അതിനുവേണ്ടി കാത്തിരിക്കണ്ട, അതിനുവേണ്ടി മഞ്ഞുകൊള്ളണ്ട. അല്ല, അത് പറഞ്ഞുകൊണ്ട് ഒരു ഡൗട്ട് വന്നു. അങ്ങനെ ടൈം, ഒരു പ്രത്യേക ടൈം പറഞ്ഞുകൊണ്ട് ആ പ്രത്യേക കാലഘട്ടത്തിലെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴാണോ പ്രപഞ്ചം ഇല്ലാതാവാൻ പോകുന്നത് അതിനു മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത്. പ്രപഞ്ചത്തിൻ്റെ ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ പീസ്ഫുൾ ആൻഡ് വെരി ബ്യൂട്ടിഫുൾ. ക്വൈറ്റ് കോൺട്രറി ടു വാട്ട് യു പീപ്പിൾ ബിലീവ് ഓർ വാട്ട് യു പീപ്പിൾ ഹാവ് ഹേർഡ് ഫ്രം ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഇപ്പോഴേ മഞ്ഞ് കൊള്ളണ്ട. എന്നാൽ പിന്നെ അപ്പോഴും മതിയല്ലോ. എന്തായാലും നമ്മൾ ബോധപ്രാപ്തിയിലേക്ക് പോകും. പക്ഷെ അതുവരെ പരമാവധി കഷ്ടപ്പെടും എന്നുള്ളത് ഓർമ്മിച്ചാണ്.